നൽകിയിട്ടുണ്ടതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മതങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാവണം. ഒരു മതത്തിലുള്ള ആളുകൾ അവർ പരസ്പരമായി കൊണ്ടുള്ള സ്നേഹം വേണം. ഒരു കക്ഷികളാവുമ്പോൾ ആ കക്ഷികൾ തമ്മിലുള്ള സ്നേഹം വേണം. ഒരു മുന്നണിയാവുമ്പോൾ ആ നിലക്കുള്ള സ്നേഹം വേണം. ഉമ്മയും മക്കളും വാപ്പമാരും തമ്മിലുള്ള സ്നേഹം ഉണ്ടാവണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങനെ സ്നേഹത്തിന്റെ എല്ലാ മേഖലയിലേക്കും ഇറങ്ങി തിരിച്ചു കൊണ്ടിട്ട് വളരെ ആഴമായ നിലക്ക് അതിനെ പഠനം നടത്തിയ അതിനെ പഠിപ്പിച്ച ഒരു മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആശയമാവുന്ന സൗഹൃദം, സ്നേഹം എന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഈ കേരളത്തിൽ എന്നല്ല കേരളത്തിന്റെ പുറത്തും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി യാത്ര നടത്തണം എന്നാണ് എനിക്ക് തങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തങ്ങൾ നടത്തിയ ഈ യാത്ര, അതിൻ്റെ ഈ വാർഷികം, അത് ഏറ്റവും ഒരു സംഭവ ചരിത്രമാണ്. ഇത് ഇനിയും പുതുക്കിക്കൊണ്ടേയിരിക്കണം. മനുഷ്യന്മാർ തമ്മിൽ ഇവിടെ സ്നേഹം ഉണ്ടാവണം, മതങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാവണം. ഇവിടെ മറ്റുള്ള ഓരോ അള്ളാഹുവിൻ്റെ സർവ്വ സൃഷ്ടികളെയും നമ്മൾ സ്നേഹിക്കണം. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അത് സ്വീകരിച്ചു കൊണ്ടിട്ട് ഇതുപോലുള്ള സ്നേഹ സംഗമങ്ങൾക്ക് അതിന് പ്രചോദനം നൽകുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനോട് സഹകരിക്കുക, അതിനെല്ലാവരും തയ്യാറാവുക.